ആഭ്യന്തര കലാപത്തിന് പിന്നാലെ താലിബാൻ മോഡൽ ബംഗ്ലാദേശിലും ബുർഖ ധരിക്കാത്ത അധ്യാപകരെ ലക്ഷ്യമിട്ട ഇസ്ലാമിസ്റ്റുകൾ മുഖം മറയ്ക്കാതെ എത്തുന്ന അധ്യാപകരെ പിരിച്ചു വിടുമെന്ന ഭീഷണിയുമായി മതമൗലികവാദികളും രംഗത്ത് വരികയാണ്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, എന്തായാലും തീവ്രമായ മുസ്ലിം മതവിശ്വാസികളുടെ തീവ്രമായ ഇടപെടൽ ഉണ്ടാകുന്നു. താലിബാൻ മോഡൽ ബംഗ്ലാദേശിൽ നടപ്പാക്കാൻ പോവുകയാണ്. ബുർഖ ധരിക്കാത്ത അധ്യാപകരെ ലക്ഷ്യമിട്ടാണ് ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് വന്നിട്ടുള്ളത്. മുഖം മറയ്ക്കാതെ എത്തുന്ന അധ്യാപകരെ പിരിച്ചുവിടും എന്നുള്ള ഭീഷണിയാണോ ഇപ്പോൾ ഇവർ ഉയർത്തുന്നത്? ഗൗതം, വിനോദ, ഇപ്പോൾ ഇത്തരം ഭീഷണികൾ ബംഗ്ലാദേശിലും രൂപപ്പെടുകയാണ്. നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ ഭരണം നിലവിൽ വരുന്ന ഘട്ടത്തിൽ നമ്മളിത് കണ്ടതാണ്. 96 മുതൽ 2000 വരെയും പിന്നീട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ സാഹചര്യവും അവിടെ താലിബാൻ ഭരണത്തിൽ സ്ത്രീകൾ കൊടിയ പീഡനങ്ങൾ നേരിടുന്നു, സ്ത്രീകൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. മുഖം മറയ്ക്കാതെ നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരെ മറ്റു രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ അവരെ തുറങ്കിലടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് താലിബാന്റെ കാട്ടുനീതി എന്ന് പറയുന്നത്. അതിപ്പോൾ ബംഗ്ലാദേശിലും മെല്ലെ മെല്ലെ എത്തുകയാണ്. ബംഗ്ലാദേശ് നിലവിലൊരു മുസ്ലിം രാജ്യം തന്നെയാണ്. എങ്കിൽ പോലും അവിടെ ഒരു ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന്റെ ഭരണകൂടം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ വിരുദ്ധ കലാപം അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായ സർക്കാരിനെ അവിടെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന ആഭ്യന്തര സംഘർഷത്തിൽ അവിടെ സർക്കാർ താഴെ വീണു. ഇതോടുകൂടി ഇസ്ലാമിസ്റ്റുകൾ എല്ലാ അർത്ഥത്തിലും അവിടെ തലപൊക്കുകയാണ്. നിലവിൽ കോളേജുകളിൽ തല മൂടാതെ, മുഖം മറയ്ക്കാതെ വനിതാ അധ്യാപകർ എത്തിക്കൂടാ എന്ന വലിയ തോതിലുള്ള ഭീഷണിയാണ് ഇപ്പോൾ മുസ്ലിം തീവ്രവാദികൾ ബംഗ്ലാദേശിലെ ക്യാമ്പസുകളിൽ ഉയർത്തിവിടുന്നത്. ധാക്ക സർവകലാശാലയിൽ ഉൾപ്പെടെ ഈ മുഖം മറയ്ക്കാതെത്തുന്ന അധ്യാപകരുടെ ലിസ്റ്റ് എടുത്തതിന് ശേഷം ഇവരെ ജോലിയിൽ നിന്നും മറ്റും പറഞ്ഞുവിടും എന്ന ഭീഷണി മുസ്ലിം സംഘടനകൾ ഉയർത്തുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ താലിബാനും ഇത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ ചെയ്തുകൊണ്ടിരുന്നത്. അവരാദ്യം തന്നെ ഈ കോളേജുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന വിദ്യാലയങ്ങൾ മുഴുവൻ താലിബാൻ അടച്ചുപൂട്ടിയിരുന്നു. അതിനുശേഷം പ്രത്യേക കർട്ടനുകൾ ഇട്ട് ഓരോ ക്ലാസ്സുകൾ സ്ക്രീൻ ചെയ്യുകയും ആൺകുട്ടികൾക്ക് വ്യത്യസ്തമായ ക്ലാസ്സും പെൺകുട്ടികൾക്ക് വ്യത്യസ്തമായ ക്ലാസ്സും രൂപപ്പെടുത്തി. അതിനുശേഷം പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർ, പ്രത്യേകിച്ച് സ്ത്രീകൾ മുഴുവൻ മുഖം മൂടിക്കൊണ്ടേ പഠിപ്പിക്കാൻ എത്താവൂ എന്ന തിട്ടൂരം മുന്നോട്ട് വെച്ചു. അതെല്ലാം താലിബാൻ മോഡലാണ്. തീവ്ര ശരിയാ നിയമം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിപ്പോൾ ബംഗ്ലാദേശിലും ഘട്ടം ഘട്ടമായി തുടങ്ങിയിരിക്കുന്നു. ബംഗ്ലാദേശിനെ ഒരു തീവ്ര ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റും നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതിന്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഈ അധ്യാപകർ മുഖം മൂടി ബുർക്ക ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖം മുഴുവൻ മറച്ചുകൊണ്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എത്താൻ എന്ന ഭീഷണി ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്നും ഉയർന്നു തുടങ്ങിയിരിക്കുന്നത്. ഇത് തീർച്ചയായും മറ്റൊരു താലിബാൻ മോഡലിലേക്ക് ബംഗ്ലാദേശ് പോകുന്നു എന്നതിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. വിനോദ്, തീർച്ചയായും ഗൗതം, ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ മറ്റ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ അതേപോലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ടോ? പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ ഇതുവരെ തുടർന്നു വന്നിരുന്ന ഒരു സ്വഭാവം, പ്രത്യേകിച്ചും ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ ആരാധനാ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ആ രാജ്യമാണ് താലിബാൻ മോഡൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഈ സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുന്നുണ്ടോ ഗൗതം? വിനോദ്, അത്തരം അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടായിട്ടും വലിയ കാര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഓരോ രാജ്യത്തും അവിടെ ഭരിക്കുന്ന സർക്കാരുകൾക്കുള്ള സ്വാധീനം അത് നമുക്കറിയാം. അത് എത്ര അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടായാലും അതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഒരു ഉദാഹരണമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമം, അവിടെ കലാകാരന്മാർക്ക് പോലും അവരുടെ കലാപ്രകടനങ്ങൾ നടത്താൻ പറ്റുന്നില്ല. താലിബാൻ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ സംഗീതം ഉൾപ്പെടെ നിരോധിക്കുകയാണ്, സിനിമ നിരോധിക്കുകയാണ്. ഇതൊക്കെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സ്വപ്നം കാണുന്ന അവരുടെ രാഷ്ട്ര സങ്കല്പം എന്ന് പറയുന്നത്. അത് തീർച്ചയായും ഇത്തരം ഇസ്ലാമിക ഗ്രൂപ്പുകൾക്ക് ഭരണമുള്ള എല്ലാ നാടുകളുടെയും അവസ്ഥ ഇതാണ്. നൈജീരിയയൊക്കെ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലും
നമ്മൾ കാണുന്നുണ്ട്. ബൊക്കോ ഹറാം ഒക്കെ നൈജീരിയയുടെയൊക്കെ ചില ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്ന കാലഘട്ടങ്ങളിൽ ആ പിടിച്ചെടുക്കുന്ന അവരുടെ ടെറിട്ടറിയായ ആ പ്രദേശം മാറിക്കഴിഞ്ഞാൽ പിന്നീട് ബൊക്കോ ഹറാം ആദ്യം സൗത്ത് ആഫ്രിക്കയിൽ ചെയ്തത് പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ചെപ്പോക്കിലെ ഒരു സ്കൂളിൽ നിന്നും 200 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയാണ് ബൊക്കോ ഹറാം ചെയ്തത്. അവരെന്നിട്ട് പറഞ്ഞത് മുസ്ലിം മതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഖുറാൻ പെൺകുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഖുറാൻ എതിരാണ് എന്ന വ്യാഖ്യാനം നൽകിക്കൊണ്ടാണ് ചെപ്പോക്കിൽ നിന്നും ഒരു സ്കൂളിലെ മുഴുവൻ പെൺകുട്ടികളെയും ബൊക്കോ ഹറാം തട്ടിക്കൊണ്ടുപോയത്. ഇത് ആഫ്രിക്കയിൽ നടന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നടത്തുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉദാഹരണമായുണ്ട്. അതിപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നു. എന്തിന് ഭാരതത്തിൽ തന്നെ നമ്മൾ ബംഗ്ലാദേശിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ പോലെയുള്ള തീവ്ര മുസ്ലിം സംഘടനകൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഇതേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ സ്ത്രീകൾക്ക് നീതി നിഷേധം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് കാര്യമായ ചർച്ചയാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെ എല്ലാം കഥ ഒന്ന് തന്നെയാണ്. അതിപ്പോൾ ബംഗ്ലാദേശിലും ആവർത്തിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. വിനോദ്, വളരെ തീവ്രമായ ഇസ്ലാമിസ്റ്റുകളുടെ ഇടപെടലാണ് ബംഗ്ലാദേശിലുണ്ടാകുന്നത്. താലിബാൻ മോഡൽ ഭരണം അവിടെ നടപ്പാക്കാൻ ഒരുങ്ങുന്നു. ഇത്തരത്തിൽ ബുർഖ ധരിക്കാതെ എത്തുന്ന അധ്യാപകരെ പിരിച്ചുവിടുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ബംഗ്ലാദേശ് കടക്കുകയാണ്.